ഹായ്, പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്ന് വന്നിരിക്കുന്നത് തിയേറ്ററിൽ ഒരു ദിവസം ഓടി 8 നില പൊട്ടി. ഇപ്പം ആമസോൺ പ്രൈമിൽ OTT റിലീസ് ചെയ്ത, ഇപ്പം സ്ട്രീമിംഗ് നടക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് അറിയത്തില്ല. OTT റിലീസ് ചെയ്ത പടം പരിവാറിൻ്റെ റിവ്യൂലോട്ടാണ്. ഡയറക്ടർ, റൈറ്റർ ഉത്സവ് രാജീവ് ആൻഡ് ഭഗത് നന്ദു. എന്ത് ഊളത്തരമാണ് എഴുതി പിടിപ്പിച്ചേക്കുന്നത്. മ്യൂസിക് ചെയ്തേക്കുന്നത് ബിജി പാൽ. ഒരു ഇതുമില്ല. പിന്നെ ഈ പടത്തിൻ്റെ തീം, ഞാൻ ഈ പടം മൊത്തത്തിൽ കണ്ടിട്ട് എനിക്ക് തോന്നി ഒരു കാര്യം ഞാൻ പറയാം. മേടിച്ച പൈസയ്ക്ക്, ഈ പടത്തിൽ കാസ്റ്റ് ചെയ്ത് മേടിച്ച പൈസയ്ക്ക് കുറച്ചെങ്കിലും ഒരു ഉത്തരവാദിത്തം കാണിച്ചിട്ടുള്ളതെന്ന് പറഞ്ഞാൽ കുഹ അല്ല, ഇന്ദ്രൻ സേട്ടൻ മാത്രമാണ് ഇതിനകത്ത് കുറച്ചെങ്കിലും ഒരു ഉത്തരവാദിത്തത്തോടെ ഒരു ജോലി ചെയ്തിട്ടുള്ളത് ഈ കാസ്റ്റിങ്ങിൽ. പിന്നെ ആ വയ്യാതെ കിടക്കുന്ന പുള്ളിക്കാരനൊന്നും ചെയ്യാനില്ല. പുള്ളിക്കാരനും അത്യാവശ്യം എക്സ്പ്രഷനൊക്കെ പറഞ്ഞു കൊടുത്തതുപോലെ ചെയ്തിട്ടുണ്ട്. വേറെ എല്ലാ എണ്ണം കൂടെ നടന്ന് ഓരോ സീൻ ബൈ സീൻ വെറുപ്പീര കാണിച്ചു വെച്ചേക്കുന്നത്. ഈ ഒരു പടം എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് റൈറ്റിംഗ് സ്ക്രിപ്റ്റ് ഒന്നും ഇല്ല. എനിക്ക് തോന്നിയ കാര്യം പറയാം. സ്ക്രിപ്റ്റ് ഒന്നും ഇല്ല. ക്യാമറ ഓണാക്കി വെക്കുക, നിങ്ങൾ എന്തൊക്കെയോ ചെയ്തോ, വായി വരുന്ന എന്തൊക്കെയോ പറഞ്ഞു എന്ന് പറഞ്ഞാൽ എന്തൊക്കെയോ കാണിച്ചു വെച്ചേക്കുക. അല്ലാതെ എന്നിട്ട് അത് 2 മണിക്കൂർ 1.25 മണിക്കൂറും കണ്ടുണ്ട് ഈ പടം. എന്നിട്ടത് ഇതേപോലെ എന്തുവാ എഡിറ്റ് ചെയ്ത് ഓരോ സെൻസർ ബോർഡിന് കൊടുത്ത് റിലീസ് ചെയ്ത ഒരു ഉളപ്പടമായിട്ടാണ് എനിക്ക് തോന്നിയത്. ഇതിനകത്ത് ഒരു സീനിലും കോമഡിയാണ് ഉദ്ദേശിക്കുന്നത്. ഇതിനകത്ത് ഒരു പുള്ളിക്കാരൻ വയ്യാതെ കിടപ്പുണ്ട്, വലിയൊരു കാരണവര. പുള്ളിക്ക് 2 കുടുംബമുണ്ട്, അവർക്ക് 2 മക്കളോ വീതം ഇങ്ങനെ ഉണ്ട്. ഇവരൊക്കെ എല്ലാവർക്കും കൂടി ഇയാളുടെ കയ്യിൽ, ഈ വയ്യാതെ കിടക്കുന്ന ആളുടെ കയ്യിൽ ഒരു മോതിരമുണ്ട്. തലമുറകളായിട്ട് ഇയാളുടെ കൈ കിടക്കുന്ന ഒരു മോതിരം. അത് വിൽക്കാൻ വേണ്ടി ഇയാൾ ചാവാറായി കിടക്കുകയും ചെയ്യുക. അങ്ങനെ ചാവുന്നത് നോക്കി നിൽക്കുന്ന മക്കൾ. ഇതുപോലെ നേരത്തെ ഒരു പടം വന്നിട്ടുണ്ട്. ഏതെന്ന് വെച്ചാൽ നാരായണിൻ്റെ 3 ആൺമക്കൾ എന്ന് പറയുന്നത് അതേപോലെ ആ പടത്തിൻ്റെ കൂട്ടുള്ളൊരു തീമാണ് ഇതിനകത്ത് എടുത്ത് വെച്ചിരിക്കുന്നത്. എന്നിട്ട് ഇതിനകത്ത് കോമഡി എന്ന് പറഞ്ഞാൽ എന്തൊക്കെയോ കാണിച്ചു കൂട്ടുന്നത്. അവഹിതം, അടുത്തുള്ള ഒരു പെണ്ണിൻ്റുമായിട്ടുള്ള അവഹിതം. പിന്നെ വേറെ എന്തുവാ, ഈ പുള്ളിക്കാരൻ ശ്വാസം എടുക്കാതെ ചാവുന്നുണ്ട് കേട്ടോ. അത് വേറെ ഒന്നുണ്ടല്ലോ, നമ്മുടെ ഈ ഓക്സിജൻ മാസ്ക് ഉണ്ടല്ലോ, അത് ഒരു ഈ വന്ന ഏതോ ഒരു കൊച്ചു മോൻ വന്ന് പിരിച്ച് കളിക്കും സാധനം. അപ്പം അങ്ങനെ ശ്വാസം മുട്ടി ചാവുന്നുണ്ട്. പിന്നെ മന്ത്രവാദി എന്ന് പറഞ്ഞ് വേറെ എന്തൊക്കെയോ കാണിക്കുന്നത്. ജഗദീഷും പിന്നെ അലക്സാണ്ടർ പ്രശാന്ത് പറഞ്ഞ് ഇവർ 2 പേരും മെയിൻ റോൾ ചെയ്തേക്കുന്നത്. എല്ലാം വാരി നടന്ന്. പിന്നെ ഇവരുടെ വെറുപ്പിരി കൂടാതെ ഇവരുടെ ഭാര്യമാരുടെ വെറുപ്പിരി. അങ്ങനെ ഈ പുള്ളിക്കാരൻ മരിച്ചു കഴിഞ്ഞിട്ട് പിന്നെ അതിൻ്റെ മോതിരം ഊരാൻ പറ്റുന്നില്ല. പിന്നെ അവരെ എന്തെങ്കിലും ദഹിപ്പിക്കണമല്ലോ. അങ്ങനെ ദഹിപ്പിച്ചിട്ട് ഒരു ഇവർ കച്ചവടമാക്കിയിട്ടുണ്ട് എടുക്കുന്നതിന് മുമ്പ്. മൊട്ട രാജേന്ദ്രൻ, തമിഴ്നാട്ടിലുള്ള മൊട്ട രാജേന്ദ്രൻ പറയാം, ഇത് എടുക്കാൻ പറ്റിയില്ലെങ്കിൽ ദഹിപ്പിച്ചാൽ മതി, അതിനകത്ത് എടുത്താൽ മതി എന്ന്. അങ്ങനെ ദഹിപ്പിക്കും. പിന്നെ സഞ്ചയനത്തിൻ്റെ അന്ന് ഇവർ ഈ മോതിരം തിരയുക, മറ്റേ എൻ്റെ കുടത്തിലാക്കണ്ടേ, അതിന് ഇവിടെ തിരഞ്ഞിട്ട് അവിടെ കൂട്ടയടി. ഇവർ തമ്മിൽ നീ എടുത്ത് മാറ്റി കൂട്ടയടി. എന്തൊക്കെയോ കാട്ടിക്കൂട്ടോ. ഇത് ഞാൻ ഇതുപോലെ എക്സ്പ്രഷൻ കാണിക്കുന്ന ഇത് കൊണ്ടല്ല, ഈ ഒരു കോമാളിത്തരം ഇതേപോലെ ഉണ്ടോ ഒരു കോമാളിത്തരം. എന്നിട്ട് ഏറ്റവും അവസാനം ട്വിസ്റ്റൊക്കെ കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങൾ എന്തുമായാലും പടം കാണുകയാണെങ്കിൽ കണ്ടു നോക്കാനൊന്നുമില്ല. ഇതൊക്കെ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ട് അടി പിടി ചവിട്ട് എന്ന് പറഞ്ഞാൽ അങ്ങോട്ട് ഒരു കുടുംബത്തിൽ ഉണ്ടാകുന്ന ഒരു സാധനം തന്നെയാണ്. പക്ഷേ ഇത് ഒന്നുമില്ല. ആ നാരായണിൻ്റെ 3 ആൺമക്കൾ അത്രയും പോലും അതേ ഒരു വേസ്റ്റ് പടം. ഇതും അതിനെക്കാട്ടും വേസ്റ്റ് പടം. ഈ പടം കണ്ട് ടൈം പാസിന് പോലും കാണാൻ പറ്റാത്തൊരു പടം. അതാണ് എനിക്ക് തോന്നിയത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അടുത്തൊരു വീഡിയോ വരുന്നത് വരെ.